السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. الصلاة والسلام على نبيه المصطفى وعلى آله وأصحابه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്ർ ദുആകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ദിക്റാണ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. അദ്ദേഹം പറയുന്നത്, സമിഅ്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഡയറക്റ്റ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കേട്ട ഹദീസാണിത്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? മാ മിൻ അബ്ദിൻ, ഏതൊരടിമയും ഏതൊരു വിശ്വാസിയും, യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും രാവിലെ, വമസാഇ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയുടെയും മുന്നേ വരുന്ന വൈകുന്നേരങ്ങളിലും, എന്ന് പറഞ്ഞാൽ എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ഒരു മുസ്ലിം ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. ആരാണ് അല്ലാഹു? അല്ലദീ, അവൻ, ലാ യദുറു മഅസ്മിഹി, അവന്റെ പേരിന്റെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല. ഷൈഉൻ, ഒന്നും തന്നെ. ലാ യദുറു മഅസ്മിഹി ഷൈഉൻ, അവന്റെ പേരിന്റെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല. ഫിൽ അർദി, ഭൂമിയിലാകട്ടെ, വലാ ഫിസ്സമായി, ആകാശത്താവട്ടെ, രണ്ടിടത്തു നിന്നും ഒരു ഷർറുമുണ്ടാവില്ല. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. എത്രയാണിത് പറയേണ്ടത്? സലാസ മറാത്തിൻ, 3 തവണ പറയണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ് സമീഉൽ അലീം. ഇത് 3 തവണ എല്ലാ രാവിലെയും പറയണം, എല്ലാ വൈകുന്നേരവും പറയണം. അങ്ങനെ പറഞ്ഞാൽ ഫയദുറഹു ഷൈഉൻ, ഒന്നും പിന്നെ ആ വ്യക്തിയെ അന്ന് ഉപദ്രവിക്കുകയില്ല. ഒന്നും തന്നെ ആ വ്യക്തിയെ ആ ദിവസം ഉപദ്രവിക്കുകയില്ല. ഇമാം അബൂദാവൂദ് റഹ്മഹുള്ളയുടെ സുനനിലുള്ളത്, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം സലാസ മറാത്തിൻ, 3 തവണ ഇങ്ങനെ പറഞ്ഞാൽ, ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ, വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ രാവിലെ വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണം അയാളുടെ ജീവിതത്തിലേക്ക് വരികയില്ല. അതാണ് ഫജ്അതു ബലാ എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു പരീക്ഷണം, അള്ളാഹു അത് തടയും. അത് നേരം വെളുക്കുന്നത് വരെയാണ് അതിന്റെ സമയം. നോക്കൂ, ഹത്താ യുസ്ബിഹ എന്നാ പറഞ്ഞത്. അപ്പോൾ രാവിലെ വരെയാണ് അതിന്റെ സമയം. അതേപോലെ തന്നെ വമൻ ഖാലഹാ ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ, രാവിലെ ആരെങ്കിലും ഇത് 3 തവണ പറഞ്ഞാൽ, ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുംസിയ, വൈകുന്നേരം വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണം അയാളുടെ ജീവിതത്തിലേക്ക് വരികയില്ല. അപ്പോൾ പെട്ടെന്നൊരു ഒരു പരീക്ഷണം, ഒരു ഉപദ്രവം, ഒരു രോഗം, ഒരു വിഷം തീണ്ടൽ, ഒരു ആക്സിഡന്റ് തുടങ്ങി എന്തുമാകാം, ഇതൊന്നും തന്നെ വരികയില്ല. കാരണം ഈ ദിക്റിന്റെ കണ്ടന്റ് തന്നെ
ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. എന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേരത്തിലേക്ക് ഞാൻ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് പ്രവേശിച്ചിരിക്കുന്നു. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ രാവിലെയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് ആ പേരിന്റെ അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ അസ്മാകളുടെ മഹത്വം ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ ബിസ്മില്ല എന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നാണ്. ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അതുകൊണ്ടാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. സലഫുകൾ അല്ലെങ്കിൽ അറബികൾക്കിടയിലും നിങ്ങൾക്ക് ആ ഒരു പതിവ് കാണാം. കയ്യിൽ നിന്നൊരു സാധനം വീണു പോകാൻ തോന്നുന്ന ബിസ്മില്ല. ഒരു കാര്യം എടുക്കുമ്പോൾ ബിസ്മില്ല. എന്ത് കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ല. അഥവാ നാം ബിസ്മില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയും ഖുൽ ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അതെടുക്ക്, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. കാരണം ബിസ്മില്ല എന്ന് പറയുമ്പോൾ അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. മാത്രമല്ല ഒരാൾ ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഏത് നാമത്തിൽ? ബിസ്മില്ല അള്ളാഹുവിന്റെ ഇസ്മ. അപ്പോൾ അള്ളാഹ് എന്നുള്ളത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ ഇസ്മ അവിടെ വന്നു. പിന്നെ ഉദ്ദേശിക്കുന്ന ഇസ്മ അള്ളാഹുവിന്റെ ജമീഉൽ അസ്മാ, എല്ലാ പേരുകളാണ് ഉദ്ദേശം. ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹുവിന് എത്ര നാമമുണ്ടോ ആ നാമങ്ങളുടെ എല്ലാം അതിനൊക്കെ വസീലാക്കുകയാണ്. ആ നാമങ്ങളെ എല്ലാം വസീലയാക്കുകയാണ്. അത് മഹത്തരമായ നാമങ്ങളാണ്. ആ നാമങ്ങളെ ശരിക്ക് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളെ പിശാചുക്കളോ മറ്റു ഉപദ്രവകാരികളായ ജീവികളോ ഉപദ്രവിക്കുകയില്ല. അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും. അതിനു പുറമെ ഈ പ്രാർത്ഥന ഈ രൂപത്തിൽ ചൊല്ലിയാൽ. അപ്പൊ ഇതിൽ കണ്ടീഷനുകളുണ്ട്. എന്താണത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് 3 തവണ പറയണം. എണ്ണത്തിന് പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട് 3 തവണ? അങ്ങനെയാണ് വഹയിൽ വന്നത്. നാം അതിൽ വിശ്വസിക്കുന്നു. വഹയിൽ അങ്ങനെയാണ് വന്നത്. റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത്. അപ്പോൾ ഇസ്ലാമിൽ ചില എണ്ണങ്ങൾ പറഞ്ഞാൽ സമീഅനാ വഅതഅനാ. കാരണം ചോദിക്കരുത്. കാരണങ്ങൾ ചോദിച്ചവരെ അള്ളാഹു പിടികൂടിയിട്ടുണ്ട്. നരകത്തിന്റെ കാവൽക്കാർ 19 മലക്കുകളാണെന്ന് പറഞ്ഞു. അലൈഹാ 19. നരകത്തിന് 19 മലക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് വമ്പിച്ച ഫിത്നയായി ചിലർക്ക്. എന്താണ് ഒരു 19? ചില ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താ ഒരു 19ന്റെ കണക്ക്? അള്ളാഹു പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പരീക്ഷണമാണ് ആ നമ്പർ. എന്നാൽ യഹൂദരായ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾക്കും മുസ്ലിമീങ്ങളിൽപ്പെട്ടവർക്കും അതിൽ യാതൊരു സംശയവുമില്ല. അവരെന്താണോ അള്ളാഹു പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കും. അപ്പൊ ഇസ്ലാമിൽ ചില എണ്ണങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ചിലതൊരു തവണ മാത്രം പറയാനേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നമ്മുടെ വക 3 കൊണ്ടുവരരുത്. ഒരു തവണ പറയാൻ പറഞ്ഞാൽ 1 തവണ, 3 തവണ പറഞ്ഞാൽ 3 തവണ, 7 തവണ ചൊല്ലേണ്ട അദ്കാറുകളുണ്ട്, അത് 7 തവണ, 33 തവണ പറയേണ്ട അദ്കാറുണ്ട്, അത് 33 തവണ, 100 തവണ പറയേണ്ട അദ്കാറുണ്ട്, അത് 100 തവണ. ആ എണ്ണത്തിന് പ്രത്യേകതയുണ്ട്. ആ എണ്ണവും അതിന്റെ ഫളായിലും തമ്മിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നു. അത് അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത്. അതുപോലെ തന്നെ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയെന്നേ പറഞ്ഞിട്ടുള്ളൂ. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ദിവസം മറന്നുപോയാലോ ആ ദിവസത്തിലെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും. വൈകുന്നേരം വരെയുള്ള പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും. എന്താണ് തെളിവ്? ഈ ഹദീസ് തന്നെ. കാരണം അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് പറയുമ്പോൾ ആ ഹദീസിൽ കാണാം, വകാന അബാനു ഖദ് അസാബഹു തറഫുൻ മിനൽ ഫാലിജി. ശരീരത്തിന്റെ ഒരു ഭാഗം അനക്കാൻ പറ്റാതെ കിടക്കുകയായിരുന്നു. ഫാലിജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഇളക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഒന്നുകിൽ കോച്ചി പിടിക്കുക, അല്ലെങ്കിൽ തളർന്നു, എന്തുമാവാം. ആ നിലക്ക് അനക്കാൻ പറ്റാതെ കിടക്കുമ്പോഴാണ് ഈ ഹദീസ് അദ്ദേഹം പറയുന്നത്. ഫജഅല റജുലു യൻദുറു ഇലൈഹി. അപ്പോൾ ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഇത് ഈ ദിക്ർ ചൊല്ലിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആള് തന്നെ ഒരു പ്രയാസം അനുഭവിച്ച് കിടക്കുകയാണ്. ഇതെങ്ങനെയാണ് ഒത്തുവരുന്നത്? അതുകൊണ്ടാണ് നോക്കിയത്. ഫഖാല ലഹു അബാൻ. അപ്പോൾ അദ്ദേഹത്തോട് അബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, മാൻ തൻദുറു ഇലൈഹി, എന്താണ് എന്നെങ്ങനെ നോക്കുന്നത്? അമ്മ ഇന്നൽ ഹദീസ് കമാ ഖദ് ഹദ്ദസ്തുക. ആ ഹദീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഹദീസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലാകിന്നി ലം അഖുൽഹു യൗമൈദിൻ, ഞാൻ അന്നത് പറയാൻ വിട്ടുപോയി. ഞാനിത് പറയാൻ വിട്ടുപോയ വൈകുന്നേരമാണ് എനിക്കിത് സംഭവിച്ചത്.
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് അതിനോട് ആഡ് ചെയ്ത് വളരെ അധികം ശ്രദ്ധിക്കുക. പല ആളുകളും പിഴച്ചു പോയത് ഈ അഖീദ പഠിക്കാഞ്ഞിട്ടാണ്. വലിയ വലിയ ആലിമീങ്ങളാണെന്ന് അവകാശപ്പെട്ട് നമ്മുടെ നാടുകളിൽ പ്രഭാഷണം നടത്തുന്ന ആളുകൾ പോലും പഠിക്കാൻ മറന്നുപോയൊരു വിഷയം. അദ്ദേഹം പറഞ്ഞത് ലിയുംലിയല്ലാഹു അലയ്യ ഖദറഹു, റഹ്മാനായ റബ്ബ് അവന്റെ ഖദർ എന്നിൽ നടപ്പിലാക്കാൻ വേണ്ടി എന്നോടത് മറന്നുപോയി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഖദറാക്കിയിട്ടുണ്ട്. ആ ഖദർ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ദിവസം അയാൾക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു മറവി സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ആ മറവി സംഭവിക്കുമെന്നറിയുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഒരു കാര്യം ഖദറാക്കും. അള്ളാഹു എല്ലാം മുൻകൂട്ടി അറിയുന്നവനാണ്. ആ വ്യക്തി അന്നത് ചൊല്ലുകയില്ലെന്ന് റബ്ബിന് മുൻകൂട്ടി അറിയാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ചിലത് ഖദറാവും. അപ്പോഴാണ് പല ആളുകളും ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ വന്നതാണ്, എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ 7 അജ്വ കാരക്ക തിന്നാൽ, ഹദീസിലുള്ളതാണ്, എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ 7 അജ്വ കാരക്ക തിന്നാൽ അന്ന് ആ വ്യക്തിയെ സിഹ്ർ ബാധിക്കൂല, വിഷം തീണ്ടുകയുമില്ല. അതൊന്ന് പ്രൊട്ടക്ഷനാണ്. ഈ അജ്വ കാരക്ക കഴിക്കണം. അതെങ്ങനെ കഴിക്കണം? രാവിലെ കഴിക്കണം. എത്ര എണ്ണം കഴിക്കണം? 7 എണ്ണം കഴിക്കണം. ഒക്കെ വളരെ കൃത്യമാണ്. എന്നാൽ അതേ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നും കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതറിയില്ലേ? ഇത് പറഞ്ഞ റസൂലുള്ളാഹിക്ക് പിന്നെ 7 കാരക്ക തിന്നാ പോരായിരുന്നു? ഹദീസിനെ നിഷേധിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി പറയാം, ആയത്തുൽ കുർസി ഓതിയാൽ ഇന്നെന്ന പ്രയാസം ഉണ്ടാവില്ല, ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില പിശാചുക്കൾ ഉപദ്രവിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ റസൂൽ അത് ചൊല്ലിയിട്ടില്ലായിരുന്നോ? ഇങ്ങനെ ചോദിക്കരുത്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി, അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ഉഹദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാഞ്ഞിട്ടാണോ പരാജയം ഉണ്ടായത്? ഉഹദ് യുദ്ധത്തിൽ റസൂൽ ദുആ ചെയ്തില്ല, അതുകൊണ്ട് പരാജയം ഉണ്ടായി. ബദറിൽ ദുആ ചെയ്തു, അതുകൊണ്ട് ജയിച്ചു. അങ്ങനെയാ? അല്ല, രണ്ടിലും റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അവന്റെ അടിമകളിൽ ചിലത് സംഭവിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ ദുആ ചെയ്താലും ആ കാര്യം സംഭവിക്കും. അപ്പൊ എന്ത് പറയണം? ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ. അല്ലാഹു ഖദറാക്കിയതാണ്. ഏതുപോലെ വാക്സിൻ എടുത്താൽ രോഗമുണ്ടാവൂല, ഇന്നെന്ന രോഗം ഉണ്ടാവില്ല. ഒരു വാക്സിൻ എടുത്തിട്ട് എത്രയോ ആളുകൾക്ക് ആ രോഗം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഈ തത്വം അതിനെതിരാണോ? അല്ല, മറിച്ച് അത് പൊതുതത്വമാണ്. എന്നാൽ വ്യക്തിയുടെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആ വ്യക്തിക്ക് വാക്സിൻ എടുത്താലും രോഗമുണ്ടായേക്കാം. അതുകൊണ്ട് വാക്സിൻ എടുത്തിട്ടും രോഗമുണ്ടാകുന്നുണ്ട്, ഞങ്ങൾ വാക്സിനുകളെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ വിവരം കെട്ട ഒരാളാണ് എന്ന് വിചാരിച്ചാൽ മതി. എന്നതുപോലെയാണ് ഹദീസുകളെ നിഷേധിക്കാൻ വേണ്ടി, ഇതേപോലെയുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ന്യായങ്ങൾ, അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇത്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലഹു മുഅഖിബാതു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടരെ മലക്കുകൾ അല്ലാഹു അയക്കുന്നുണ്ടെന്ന്. പിശാചിൽ നിന്നും അതേപോലെ തന്നെ വിഷജന്തുക്കൾ, അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതിൽ നിന്ന് ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്ത് തടയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരെ മലക്കുകളെ മുന്നിലും പിന്നിലുമായി അയക്കുന്നു എന്നാണ്. മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി എന്നാണ്. മുന്നിലുണ്ടാവും പിറകിലുണ്ടാവും. ആര്? മലക്കുകൾ. യഹ്ഫളൂനഹു മിൻ അംരില്ലാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ വ്യക്തിയെ ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മലക്കുകളുടെ ഡ്യൂട്ടി. നമ്മൾ വാഹനത്തിൽ എത്ര സഞ്ചരിക്കുന്നു, എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കാണാം. എന്തുകൊണ്ട് നിങ്ങളുടെ വാഹനം പോയി സുരക്ഷിതമായി തിരിച്ചു വരുന്നു? അള്ളാഹുവിന്റെ സംരക്ഷണമല്ലാതെ വേറെന്താണ്? അള്ളാഹു ഏൽപ്പിച്ച ഇതേപോലെയുള്ള ഹഫളത്തുകളുടെ സംരക്ഷണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ നിലക്ക് ചോദ്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ ഖദർ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ സമയത്ത് ആ മലക്കുകളോട് മാറി നിൽക്കാൻ പറയുന്നു. നോക്കൂ, അപ്പൊ അവിടെ ഗാർഡ് ഉണ്ടാവൂല. മലക്കുകൾ മാറി നിൽക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാവുന്നത്. എന്തിനാണത്? അള്ളാഹു ചിലർക്ക് ചിലത് ഖദറാക്കാൻ ഉദ്ദേശിക്കുന്നു. ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില അപകടങ്ങൾ, ചില മരണങ്ങൾ, അതിലൂടെ അള്ളാഹു പലതും ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം ഒരു ഖദർ വരുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഈ നിലക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മറന്നുപോവുക, വിട്ടുപോവുക, അല്ലെങ്കിൽ അതൊക്കെ ചൊല്ലിയാൽ തന്നെ അള്ളാഹുവിന്റെ ഖദർ അവിടെ വന്നേക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം അവർക്ക് ഖദറിലുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം അതിൽ കാണാം. ലിയുംലിയല്ലാഹു അലയ്യ ഖദറഹു. അള്ളാഹുവിന്റെ ഖദർ എന്റെ ജീവിതത്തിൽ കടന്നു പോകാൻ വേണ്ടി
അന്ന് എന്നോട് അത് പറയാൻ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിൽ അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ്: മാലക തൻളുറു ഇലൈ, എന്താണ് എന്നെങ്ങനെ നോക്കുന്നത്? ഫവല്ലാഹി മാ കദബ്തു അലാ ഉസ്മാൻ, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല. വലാ കദബ ഉസ്മാനു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലും കളവ് പറഞ്ഞിട്ടില്ല. വലാകിന്നൽ യൗമല്ലദീ അസാബനി ഫീഹി മാ അസാബനി ഗളിബ്തു ഫനസീതു അൻ അഖൂലഹാ, എനിക്കിത് ബാധിച്ച ദിവസം വൈകുന്നേരം എനിക്കെന്തോ ഒരു വിഷയത്തിൽ ആരോടോ ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചാൽ ചിലത് നമ്മളോട് മറന്നുപോകും. ആ ദേഷ്യം പിടിച്ചപ്പോൾ അന്ന് ചൊല്ലേണ്ട ദിക്റിൽ ഇത് ചൊല്ലാൻ എന്നോട് വിട്ടുപോയി, മറന്നുപോയി. അതുകൊണ്ടാണ് എനിക്ക് ഇപ്രകാരം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ എന്നാ പറഞ്ഞത്. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ ഈ പറഞ്ഞതുപോലൊരു ഫജ്അത്തു ബല, ഒരു പെട്ടെന്നുള്ളൊരു ബലാओ മറ്റോ വരാം. അതില്ലാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും മറന്നു പോവാതെ ഇത് രാവിലെയും വൈകുന്നേരവും 3 തവണ നമ്മൾ ചൊല്ലണം. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് ഈ ഹദീസിനെ കുറിച്ച്, ഹാദാ ഖബറുൻ സഹീഹുൻ, ഒന്ന് ഈ ഖബർ സഹീഹാണ്, ഈ ഹദീസ് സഹീഹാണ്, അതിന്റെ കണ്ടന്റും ശരിയാണ്. വഖൗലുൻ സാദിഖുൻ, സത്യമായ ഖൗലാണ്. അലിംനാഹു ദലീലഹു ദലീലൻ വതജ്രിബ, ഇതിന്റെ തെളിവുകൾ ഹദീസിന്റെ സനദ് കൊണ്ടും അനുഭവം കൊണ്ടും തെളിഞ്ഞതാണ്, അനുഭവത്തിലൂടെ തെളിഞ്ഞതാണ്. ഫഇന്നി മുൻദു സമിഅതുഹു അമിൽതു ബിഹി ഫലം യദുറനി ഷൈഉൻ ഇല്ലാ അൻ തറക്തുഹു, ഈ ഹദീസ് അറിഞ്ഞ അന്ന് മുതൽ ഞാനിത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെങ്കിലും എന്നോട് വിട്ടുപോയിട്ടുള്ള ദിവസങ്ങളിലല്ലാതെ ഇത് ചൊല്ലിയ ഒരു ദിവസവും എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇമാം ഖുർത്തുബി സാഹിബു തഫ്സീർ അദ്ദേഹം തീർത്തു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫലദഗത്നി അഖറബുൻ ബിൽ മദീനത്തി ലൈലൻ, ഒരു ദിവസം ഞാൻ മദീനയിലായിരുന്നപ്പോൾ ഒരു തേള് എന്നെ കടിക്കുകയുണ്ടായി. ഫതഫക്കർതു, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഫഇദാ അന ഖദ് നസീതു അൻ അതഅവദ ബിതിൽകൽ കലിമാത്ത്, അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, എന്താ ഇന്നിപ്പോ തേള് കടിക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറയാണ്, അപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്, അന്ന് വൈകുന്നേരം ഇത് ചൊല്ലാൻ വിട്ടുപോയിരുന്നു. അത് ചൊല്ലിയ ദിവസങ്ങളിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഈ ഹദീസ് നമുക്ക് പറഞ്ഞെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേള് കുത്തിയിട്ടില്ലേ? നമസ്കരിക്കുമ്പോൾ റസൂൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേള് കുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, ഉപ്പുവെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് ആ ഉപ്പുവെള്ളം തേള് കുത്തി ആ വിഷത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. അത് നല്ല ഔഷധമാണ് ഉപ്പുവെള്ളം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് സൂറത്തു അൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതി മന്ത്രിച്ചു. ഇപ്പൊ 2 ചികിത്സയും കൂടിയാണ്, ഒന്ന് റുഖിയ ശർഇയ്യ, മറ്റൊന്ന് ഉപ്പുവെള്ളം. രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഈ തേള് എന്തു പറ്റി? നമസ്കരിക്കുന്നവരെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയുമുണ്ടായി. അപ്പൊ ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിയെ തേള് കുത്തി, അതുകൊണ്ട് ഈ ഹദീസ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. ചിലപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനും മറവി സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ചില റക്അത്തുകൾ മറന്നുപോയിട്ടുണ്ട്. 4 റക്അത്താണ് എന്ന് വിചാരിച്ചു, പക്ഷേ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു ബഷറാണ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മറന്നുപോകും, തെറ്റിപ്പോവും, മറന്നാൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഒരു നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി. അള്ളാഹുവിന്റെ റസൂലിനാണ് ഖുർആൻ വഹിയായി അവതരിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹിക്ക് ഖുർആൻ ഓതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഖ്തിലാത്ത് വന്നു. പിറകുന്ന സഹാബികൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. നോക്കൂ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്, അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകന് ചില സന്ദർഭങ്ങളിൽ ചില മറവികളും ഇതേപോലുള്ള കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂലിന് ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നത്. ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഉമ്മത്തിന് അധ്യാപനം നൽകാൻ അത് കാരണമായി തീരും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ റസൂല് ഉലൂഹിയത്തുള്ള ദൈവികതയുള്ള ഒരു വ്യക്തിത്വമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും. ആ നിലക്കുള്ള പല ലക്ഷ്യങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ
ആ നിലവാരത്തിൽ തന്നെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ ദിക്ർ രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലാൻ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.